ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ഞായറാഴ്ചയായിരുന്നു നിങ്ങൾക്ക് എന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. പെന്തക്കോസ്താ തിരുനാൾ നന്നായിട്ട് ആഘോഷിച്ചു. പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചെങ്കിൽ കർത്താവിന് മഹത്വം നൽകാം. പെന്തക്കോസ്താ തിരുനാൾ നമ്മൾ ആഘോഷിച്ചെങ്കിലും പരിശുദ്ധാത്മാവിനെ വിട്ടുകളയരുത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിരിക്കും മാത്രമല്ല, ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ കൂടുതൽ കൂടുതൽ ശക്തമായി കൂട്ടുപിടിച്ച് ആശ്രയിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്, സഭയെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. അതേ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണമെങ്കിൽ കൂട്ടുവിട്ട് പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ചിറകടി കേൾക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുക. പ്രത്യേകിച്ച് വചനം വായിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരെ പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കൃപയുള്ള അഭിഷേകമുള്ള ഒരു ജീവിതമായിരിക്കും. നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ച ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. പെന്തക്കോസ്താ തിരുനാൾ അഭിഷേകത്തോടെ ആഘോഷിക്കാൻ സാധിച്ചത് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്നത്. അമ്മയുടെ അടുത്ത്, പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൂതൻ വന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വാക്ക് മാത്രം നമ്മൾ ചിന്തിക്കുകയാണ്. മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ധ്യാനങ്ങളിൽ, ടോക്കുകളിൽ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണിത്. ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഇരുന്ന് ചുമ്മാ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈശോയെ എൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കുക, ഉറക്കം കളയരുത്. എന്തിനൊക്കെയോ നമ്മളിങ്ങനെ ഭയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഭയങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രാർത്ഥനയാക്കി കൊടുത്ത് അതിനെ മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഭയങ്ങളും അപകടങ്ങളായിട്ട് മാറും. ഓക്കെ, എനിക്ക് ഭയങ്ങളുണ്ട്, നിങ്ങൾക്കുണ്ട്. നമ്മളതിനെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് ഇതിനെ ഒന്ന് റിയലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അതിനെ ഓർത്ത് പിന്നെയും പേടിച്ചുകൊണ്ടിരിക്കുകയല്ല, അസ്വസ്ഥപ്പെടുകയല്ല. അതിനെടുത്ത് ഈശോയുടെ കൈ കൊടുത്ത് ഉപേക്ഷിച്ച് ആ ഭയത്തെ മാറ്റി കൃപയാക്കി മാറ്റണം. നമുക്കുണ്ട് ഭയങ്ങൾ. ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഭയപ്പെടേണ്ട എന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞല്ലോ. നമ്മുടെ ഉള്ളിലുണ്ടോ അങ്ങനത്തെ ഒരു കാര്യം? എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചില വസ്തുക്കളെ ആയിരിക്കാം, വ്യക്തികളെ ആയിരിക്കാം പേടി ഉണ്ടാകാം. അത് മാത്രമല്ല, ചില സാഹചര്യങ്ങളെ പേടിയുള്ള ആളുകളുണ്ട്. മരിച്ചു പോകുമെന്ന് പേടിച്ചു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ മരിച്ചു പോകുമെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവർ മരിച്ചു പോകും, അപകടം ഉണ്ടാകുമെന്ന് വെച്ച് പുറത്തോട്ട് ഇറങ്ങാത്തവരുണ്ട്. ഇല്ലേ? നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കേട്ടിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭയങ്ങളുണ്ടാകാം. സ്നേഹിക്കാൻ പേടിയുള്ള മനുഷ്യരുണ്ട്. അങ്ങനത്തെ പേടികളുണ്ടോ? ഞാനിവിടെ ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കണോണ്ട് പറയാണ്, എത്രയോ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ വന്നിട്ട് ഒരു സങ്കടം വന്നിട്ടുണ്ട്, അച്ഛാ എനിക്കിപ്പോൾ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല, പേടിയാണെന്നോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്നേഹത്തെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമില്ലേ സ്നേഹിക്കുന്നവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ ഉണ്ടായൊരു തിക്താനുഭവം ആയിരിക്കാം. അത്ര സ്നേഹിച്ച ഒരാൾ വിഷമിപ്പിച്ചതിൻ്റെ, പ്രതീക്ഷിക്കാത്ത ആളുകൾ ചിലപ്പോൾ ചതിച്ചതിൻ്റെ സങ്കടത്തിലായിരിക്കാം. അതൊരു പേടിയായിട്ട് ഉള്ളിൽ കിടക്കാണ്. നമുക്ക് വിഷമിപ്പിച്ചാണ്. അത് എന്നെ സ്നേഹിച്ച ഒരാൾ എന്നെ പറ്റിച്ചു. റിസൾട്ട് വരേണ്ടത് എന്താണ്? എൻ്റെ ഹൃദയം മുറിയുന്നൊരു വേദനയാണ്. പക്ഷേ ആ ഹൃദയം മുറിയുന്ന വേദന വേറൊരു ഫോമാറ്റിലേക്ക് മാറിയേക്കാണ്. എന്താണത്? പേടിയാണ്. എന്തിൻ്റെ പേടി? ഇനി ആരെയും സ്നേഹിക്കാൻ പേടി, ഇനി ആരെയും വിശ്വസിക്കാൻ പേടിയാണ്. ചിലപ്പോൾ നിങ്ങളെ ഒത്തിരി സ്നേഹിച്ച ഒരാൾ പറഞ്ഞ വാക്കുകളായിരിക്കാം ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾ റിപ്പീറ്റ് ചെയ്യണത്. പണ്ട് നിങ്ങളോട് പ്രോമിസ് തന്നെയാണ്, നിന്നെ ഞാൻ ഒരിക്കലും ഇട്ടേച്ച് പോകില്ല, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. എന്നിട്ട് അയാൾ ഇട്ടേച്ച് പോയി, പറ്റിച്ചു, വേദനിപ്പിച്ചു. ഇപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, അയാൾക്ക് നിങ്ങളോട് ശരിക്കും ഭയങ്കര സ്നേഹമായിരിക്കാം, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്താ വിശ്വസിക്കാൻ പറ്റാത്ത? മറ്റേയാൾ തന്ന വേദനയായിട്ടല്ല കിടക്കണത്, പേടിയായിട്ടുള്ളിൽ കിടക്കാണ്. സോ യു ആർ അഫ്രൈഡ് ഓഫ് ലവിങ്, യു ആർ അഫ്രൈഡ് ഓഫ് ട്രസ്റ്റിങ്. നോക്ക്, ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ചാണ് പെട്ടെന്ന് പറഞ്ഞേ. പലതിനെയും പേടിയായിരിക്കാം. പ്രിയപ്പെട്ട ഒരാളിൽ നിന്നുണ്ടായ ഒരു തിക്താനുഭവം കാരണം പിന്നെ ഒരാളുടെ അടുത്ത് പോകാൻ പോലും പേടിയായിരിക്കാം. ഇവിടെ ധ്യാനത്തിൽ വന്ന് പങ്കുവെച്ചൊരു സങ്കടമായിരുന്നു. സാഹചര്യങ്ങളൊക്കെ അല്പം പ്രൈവസി ഉള്ളതുകൊണ്ടാണ് പറയാത്തത്. ആ കുഞ്ഞിനെ അവളുടെ അപ്പച്ചൻ്റെ അടുത്തുനിന്ന്, പപ്പായുടെ അടുത്തുനിന്ന് വലിയൊരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി. അതിനുശേഷം എന്താ പറ്റിയെന്നറിയോ? ഈ കൊച്ചിന് പിന്നെ ഒരു പുരുഷനോടും ഒരു മെയിലിനോടും ആണുങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ ഏറ്റവും വിശ്വസിച്ച, ട്രസ്റ്റ് ചെയ്ത അപ്പനിൽ നിന്നാണ് ഇങ്ങനെ ഒരു വേദന ഉണ്ടായത്. അതുകൊണ്ട് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് ഇനി ഒരാണുങ്ങളെയും ഞാൻ വിശ്വസിക്കില്ല എന്നുള്ളൊരു ഭയത്തിലേക്ക് അവൾ എത്തി. അവരോട് സംസാരിക്കാനോ അടുത്ത് ചെല്ലാനോ പോലും അവൾക്ക് പറ്റാത്ത അവസ്ഥകളായി. ഈശോ സൗഖ്യപ്പെടുത്തിയില്ലെങ്കിൽ മാറാത്ത ചില ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് രാത്രി അത് എടുത്ത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കണം. അമ്മ മാതാവിനോട് പറഞ്ഞതുപോലെ നമ്മളോട് ഈശോ ആ ഒരു സ്വരം നമ്മളോടും പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മുടെ മർക്കോസ് ലേഖയുടെ സുവിശേഷത്തിലാണ്. നിങ്ങൾ ഈ വചനഭാഗം ഒന്ന് എടുക്കാവോ? ഭയത്തെക്കുറിച്ചൊക്കെ ഈശോ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഈശോ പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. വചനം ഒന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണേ. വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. ഈ ഭയത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്.
ഈ ഭയം കാരണമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ സ്നേഹിക്കാൻ പറ്റാത്തത്, അല്ലേ? ഈ ഭയം കാരണമാണ് നിങ്ങൾക്കൊന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തത്. പരീക്ഷയിൽ ഇന്നാൾ തോറ്റുപോയി, അടുത്ത പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ടൈമുണ്ട്, പക്ഷേ പേടി നിൽക്കുകയാണ്. ആ പേടിയെ ഓവർകം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വിശ്വസിക്കണം. എനിക്കിത് പറ്റുമെന്നുള്ളതല്ല, ഈശോ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാവും. ഈശോയിൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാവും. ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെ ഭയം മാറും. വീണ്ടും അധ്വാനിക്കാൻ, വീണ്ടും സ്നേഹിക്കാൻ, വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോയിലുള്ള വിശ്വാസം. സങ്കീർത്തനം 56 നിങ്ങൾ സമയമെടുത്ത് വായിക്കണം കേട്ടോ. 56-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും, ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഭയമുണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ കയറി ഇരിക്കും എന്നല്ല, ഭയമുണ്ടാകുമ്പോൾ ഞാൻ ആരോടെങ്കിലുമൊക്കെ പോയി ഷെയർ ചെയ്യുമെന്നല്ല, ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. എത്ര വലിയ പേടി വരുന്നോ അത്രയും വലുതായിരിക്കും എനിക്ക് ഈശോയുള്ള ഒരു വിശ്വാസം. നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം നമ്മുടെ ഭയത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ഭയം ഉണ്ടായി കാണും, അല്ലേ? സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും, ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ ഭയത്തിൻ്റെ മുകളിൽ മറിയത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന്. ദൂതൻ അത് പറയുന്നുണ്ട്. മറിയം അത് വിശ്വസിച്ചു. നമുക്കും ഭയം വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതിനെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, നാളെ എന്താകും എന്നൊക്കെ ഓർത്തിട്ടുള്ള ഭയങ്ങളുണ്ടാകാം. കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ എന്തെങ്കിലും ഒരു അബദ്ധത്തെ ഓർത്ത് ഇപ്പോഴും പേടിക്കുന്നുണ്ടാകാം. എന്തിനു മുകളിലും നിൽക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്, ഈശോയിലുള്ള ആശ്രയത്വം. യു ട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് എവ്രി ഫിയർ ഗോസ് അവേ. ഈശോയിൽ നിങ്ങളുടെ വിശ്വാസം വളരും തോറും നിങ്ങളുടെ എല്ലാ ഭയങ്ങളും തളരും. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന എല്ലാ ഭയങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പിൻവാങ്ങും. ഈ വിശ്വാസം എന്ന് പറയുന്നതുണ്ടല്ലോ, എല്ലാം നടക്കുമെന്നുള്ളൊരു ചിന്ത മാത്രമല്ല, ഈ ഭയങ്ങൾ, ഈ വെല്ലുവിളികൾ ഇവിടെ ഉള്ളപ്പോഴും നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതിനാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുക. ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയല്ല. ഈ പ്രശ്നങ്ങൾ അവിടെ ഉള്ളപ്പോഴും ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് റിയൽ ഫെയ്ത്ത്. അതാണ് റിയൽ എൻഡ്യൂറൻസ്. അതാണ് ശരിക്കുള്ള ട്രസ്റ്റ്. നിങ്ങൾ ഈശോയിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം അതാണ്. മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. എല്ലാ ഭയങ്ങളും ഒന്നും മാറത്തില്ല. ഒന്ന് മാറുമ്പോഴത്തേന് അടുത്ത പേടി വരും, അടുത്ത വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരും, സങ്കടങ്ങൾ വരും, കണ്ണുനീരുകൾ വരും, ചങ്ക് പൊട്ടിക്കുന്ന അനുഭവങ്ങൾ വരും. പക്ഷേ വി ഡിസൈഡ് ടു ഗോ ഫോർവേഡ്. മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ വെല്ലുവിളികൾക്കപ്പുറം, ഈ ഭയങ്ങൾക്കപ്പുറം എൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ കർത്താവുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ലോകത്തിൽ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഭയപ്പെടേണ്ട, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് പറയാം. ഈശോ ഒരു സമാധാനം നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നാൽ ഈ ഭയങ്ങൾ മാറും എന്നുള്ളതല്ല, ഈ ഭയങ്ങൾ ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും, പക്ഷേ നിങ്ങൾ ഇടിച്ചിടിച്ച് മുമ്പോട്ട് കയറും. വി വിൽ ഗോ ഫോർവേഡ്. അങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി ഈശോ സഹായിക്കട്ടെ. രാത്രി കിടന്നുറങ്ങാൻ പോവാണ്. അല്പസമയം ഒന്ന് നിങ്ങളുടെ ഭയങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അതൊരു പ്രാർത്ഥനയാക്കി ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. പറയുക, കർത്താവേ, ഇതാ മറിയം വിശ്വസിച്ച പോലെ ഈ ഭയങ്ങൾക്ക് മുകളിൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയാണ്, എന്നെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചെന്ന് കിടന്നുറങ്ങുക. നാളെ എഴുന്നേറ്റ് ഗോ ഫോർവേഡ്, മുമ്പോട്ട് നടക്കുക. കർത്താവല്ലേ കൈപിടിച്ച് കൂടെയുള്ളത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.